ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കഴുതക്കൂട്ടിലാണെന്ന് ഒരു പ്രമാണമുണ്ട്. വൈദികർ പൊതുവെ അന്തസ്സുള്ളവരാണെന്നാണ് സമൂഹം വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നിങ്ങളാൽ തച്ചുടയ്ക്കരുത്. അത് തെറ്റാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിമത വൈദികരെ എറണാകുളത്ത് കാണുന്നു. പണ്ടൊരു രാഷ്ട്രീയ നേതാവ് ഇവരെ വിളിച്ചത് നികൃഷ്ട ജീവികൾ എന്നായിരുന്നു. അന്ന് അതിനെ എതിർത്തതിൽ ഇന്ന് ദുഃഖിക്കുന്നു. അതിലും മോശമായ പദങ്ങൾക്ക് തങ്ങൾ അർഹരാണെന്ന് എറണാകുളം വൈദിക വർഗം വിശ്വസിക്കുന്നു. അങ്ങനെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. ഇന്ന് അങ്കമാലിയിൽ കഴുതക്കൂട്ടിൽ ഒരാൾ നന്നായി ആഹാരം കഴിച്ച ശേഷം മെത്രാന്മാരെ തെറി പറയുകയാണ്. ഇയാൾ പണ്ടേ വിവാദ നായകനാണ്. മദ്യത്തിനെതിരെ ഇതുപോലെ രംഗത്ത് വന്ന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ വൈദിക മദ്യപാന വാർത്തകൾ വന്നപ്പോൾ ഇയാൾ മുങ്ങി. അയാളെ എങ്ങും കണ്ടില്ല. അയാളുടെ ഒരു പൊടി പോലും പിന്നെ ആ പരിസരത്ത് കണ്ടിട്ടില്ല. ഉടഞ്ഞ തന്ത്രത്തിന്റെ സ്വന്തം സഹായം എത്താനാകുവാൻ ആകാവുന്ന കളികളെല്ലാം കളിച്ചു. സേവ ഫാമിലി, വിശ്വാസവിരുദ്ധ പരിശീലനം തുടങ്ങി ഇയാൾ പലതും നടത്തി. എറണാകുളം തെരുവ് സമരത്തിന്റെ നേതാവ് വട്ടോളിയുടെ വലം കൈയാണ്. വട്ടോളിക്ക് കൂട്ടായി ഇയാൾ ക്രിസ്മസ് ദിവസവും തെറി പറയുവാൻ വന്നിരുന്നു. ഇയാളൊക്കെ പണ്ടേ സഭയുടെ വിശ്വാസവും ഉപേക്ഷിച്ച് ആരൊക്കെയോ കൂടെ കൂട്ടി ജീവിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവർ സഭയ്ക്കെതിരെ ഇതുപോലെ കോലം കെട്ടുമ്പോൾ അരുത് എന്ന് പറയുവാൻ അന്തസ്സുള്ള ഒരു വൈദികനും എറണാകുളം രൂപതയിൽ ഇല്ലേ? സിറോ മലബാർ സഭയിലെ വൈദികർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? വൈദിക സമിതികൾ പരസ്യമായി എന്തുകൊണ്ട് ഇതിനെ അപലപിക്കുന്നില്ല? കേരള സഭയിലെ വിവിധ രൂപതയിലെ വൈദികർ ഇത് കാണുന്നില്ലേ? KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലിമസ് ഇത് അറിഞ്ഞില്ലേ, അതോ അറിയാതെ ഇരിക്കുകയാണ്? സ്വന്തമായി സമൂഹം അറിഞ്ഞ് ഒരു ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വൈദികനും ഇത്തരം കഴുതക്കൂട്ട് സമരവും നെറുകേടും നടത്തില്ല. സഭയുടെ ചെലവിൽ പഠിക്കുകയും ഇപ്പോഴും വല്ലപ്പോഴും സമൂഹത്തെ പറ്റിക്കുവാൻ വെള്ള നീല കുപ്പായം ഇടുകയും ചെയ്യുന്ന ഇവർക്ക് പിന്തുണ നൽകുന്നവരെ വിളിക്കുന്ന പേര് ശിഖണ്ഡികൾ എന്നാണോ? ഇവർക്കെതിരെ ഉചിതമായ നടപടികൾ എടുക്കുവാൻ സിറോ മലബാർ സിനഡിൽ തന്റെ ഇടമുള്ള ഒരു മെത്രാനും ഇല്ലേ? വിമത വൈദികർക്കായി വാദിക്കുന്ന ആ മെത്രാന്മാരെ പുറത്താക്കാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുകയും വേണം. വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. എന്നാലേ ഇവരെയൊക്കെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. സഭ ഈ കുടുംബം ഇല്ലാത്തവരുടെ അല്ലെന്ന് ഓർക്കുക. കർത്താവ് പുരോഹിത ശുശ്രൂഷ ചെയ്യില്ല. പുരോഹിത അനീതികളെ ഈശോ എതിർക്കുക തന്നെ ചെയ്യും. ഇടവകയുടെ നേതൃത്വം കുടുംബങ്ങൾ ഏറ്റെടുക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഓർക്കണം.